ഉടമ്പടി നമ്മളെ അവകാശികളാക്കും. എന്താ കാരണം? ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനാ പദ്ധതിയാണ്. യു ഗോട്ട് ദ പോയിന്റ്. അതായത് എപ്പോഴും മനസ്സിലായി, ഉടമ്പടി നമ്മൾ എന്താകണേ, നമ്മളെ ഔദാര്യമല്ല കിട്ടണത്, നമുക്ക് അനുഗ്രഹമല്ല കിട്ടണത്. പിന്നെ എന്താ കിട്ടണത്? അവകാശം, ഷെയറാണ് കിട്ടണത് ഉടമ്പടിയിലൂടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഗ്നസിനൊക്കെ സാക്ഷ്യം കേട്ടില്ലേ, അവർക്ക് ഷെയറാണ് കിട്ടിയിരിക്കണത്. കുടിച്ച് എല്ലാം നശിച്ച് ഒരു ചെറിയ കുടില് പോലൊരു സംഭവത്തിൽ താമസിച്ച് പണിയുമില്ല, വേലയുമില്ല, കൂലിയില്ലാത്തൊരു ആൾ സാക്ഷ്യം പറയുമ്പോൾ അവർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഗെറ്റപ്പിലാണ് സാക്ഷ്യം പറഞ്ഞത്. എന്താ? അവർക്ക് ഷെയർ കിട്ടി. വേറൊരു സാക്ഷ്യം പെരുമ്പാവൂരത്തെ അമ്മച്ചി പറയും, അവർക്കും ഷെയർ കിട്ടിയ പാർട്ടിയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ കിട്ടണത്, അത് അവകാശമാണ് കിട്ടണത്. കാര്യം നമുക്ക് മക്കളാണെങ്കിലോ, ഈ മക്കളാണെങ്കിൽ അവകാശികളുമാണെന്ന് പറഞ്ഞാൽ, മക്കളാണെങ്കിൽ ഉടമ്പടി എന്താ ചെയ്യണത്? മക്കളാക്കി മാറ്റുകയാണ്. അതാണ് ഉടമ്പടിയുടെ ഒരു രീതി. ആ വചനം ഒന്നിന് വായിച്ചേ, മക്കളാണെങ്കിൽ അവകാശം. റോമ 8:17. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളാം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. കൈയിടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ഈ വചനങ്ങൾ 8:17 അല്ലേ, 8:17 വചനത്തിൽ ഓഫറാണ് ചെയ്തിരിക്കുന്നത്. എന്താണ്? വാഗ്ദാനം. നമ്മൾ മക്കളാണ്, അപ്പോഴവകാശികളുമാണ്. പക്ഷെ നമ്മൾ അവകാശികളാക്കണത് ആരാണ്? ഉടമ്പടിയാണ്. ഇന്നിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഓരോരുത്തരുടെയും അനുഭവം. അതായത് പെരുമ്പാവൂരിൽ നിന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവിടെ അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം നല്ല സാക്ഷ്യമാണ്. അതായത് അൽഫോൻസ വർഗീസ് പെരുമ്പാവൂർ. അൽഫോൻസ ചേച്ചി 19-55 വയസ്സ് കാണുമെന്ന് തോന്നണം. അൽഫോൻസ ചേച്ചി പറഞ്ഞത്, എൻ്റെ മകള് ഓരോടത്തും ഉറച്ചു നിൽക്കണില്ല. നഴ്സാണ്, പക്ഷെ ഓരോടത്തും ഉറച്ചു നിൽക്കണില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു വിഷമം. കാര്യം ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ടേ. പക്ഷേ ഈ ഉറച്ചു നിൽക്കാത്ത മകളെ ഓർത്ത് നമ്മൾ ജോലിയുടെ എന്ത് സ്വപ്നം കാണാനാണ്? ഉറച്ചു നിൽക്കാത്ത ഒരിടത്ത് ഒരു ആശുപത്രി പോയാലും 4 മാസം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 2 മാസം വർക്ക് ചെയ്യും. ഇവിടേക്ക് ഈ സ്ഥാപനത്തിലൊക്കെ ചെന്നിട്ട് അവിടെ ഉറച്ചു നിൽക്കാത്ത മകളെ ഓർത്തിട്ട് നമ്മൾ എന്ത് സ്വപ്നം കാണാനാണ്? അമ്മക്ക് വലിയ സ്വപ്നമൊക്കെ ഉണ്ട്, അവിടെ ഫോറിനിൽ വിടണമെന്നൊക്കെ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ കക്ഷിനെ ആശ്രയിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പിള്ളേരുടെ നേച്ചർ വ്യത്യാസമാണ്. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും, അല്ലെങ്കിൽ അത് ഭാരമായിട്ട് തോന്നും, അവർ നടന്ന് വീട്ടിൽ പോരും. അപ്പോഴേ അൽഫോൻസ് വന്നിച്ച് ഉടമ്പടി ചെയ്യും. പറഞ്ഞ കർത്താവ്, എൻ്റെ മകളൊരു പെക്കുലർ നേച്ചറാണ്, ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. എല്ലാ സ്വഭാവവും അമ്മ പിടിക്കും. അതാണ് രസം. എനിക്ക് ഇവളെ ഫോറിൽ വിട്ട് പഠിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ അങ്ങനെ സ്വപ്നം കാണാനൊന്നും എനിക്ക് കാശില്ല. അതാണ് സംഭവം. എനിക്ക് ഫോറിൽ വിട്ട് പഠിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള കാശില്ല എന്ന് പറയും. എന്നിട്ട് ഈ ചേച്ചി ഒരു വർത്തമാനം പറയുകയെ, കൃപാസന മാതാവിൻ്റെ കയ്യിൽ ഒത്തിരി കാശുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. ആ വാക്ക് നല്ല രസം. അവരുടെ വിശ്വാസമേ, ആ അമ്മച്ചി അൽഫോൻസാമ്മയുടെ വിശ്വാസം, കൃപാസന മാതാവിൻ്റെ കയ്യിൽ ഒത്തിരി പണമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അതായത് എവിടെ നിന്ന് കേട്ടിട്ടുണ്ട്? വേറെ ആൾക്കാർ ഇതുപോലെ ഗതി കിട്ടാതെ നടക്കുന്ന ആൾക്കാർ വന്ന് അമ്മയുടെക്ക് കണ്ണീരിടുമ്പോൾ
അമ്മ വാരിക്കോരി കൊടുത്തവരെ നിലനിർത്തിയിട്ട് അവർ കണ്ണീരോടെ വന്ന് സാക്ഷ്യം പറഞ്ഞ വിഷയമാണ്. എന്നിട്ട് അമ്മ എനിക്ക് 8 ലക്ഷം രൂപ വേണം എൻ്റെ മകളെ പറഞ്ഞു വിടാൻ. അവർ പറയണതേ, ഈ മകളെ ഇവർ ഉടമ്പടി ചെയ്തിട്ട് അമ്മ ഈ കുട്ടിയെ ഫോറിലോട്ട് വിടും. വിട്ട് അവിടെ ഇപ്പം സെറ്റിലായി അവർ 8 ലക്ഷം രൂപ എനിക്ക് എവിടെ നിന്നെല്ലാം ഉണ്ടായെന്ന് എനിക്കൊരു പിടിയില്ല, എനിക്ക് അറിയത്തില്ലെന്ന്. കാര്യം ഞാൻ അമ്മയിലാണ് ആശ്രയം. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതാണ് ഷെയർ എന്ന് പറയണത്. അതായത് അവർക്ക് ഷെയർ കിട്ടിയ പോലെ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവകാശം കിട്ടും, അവകാശം. പക്ഷേ എൻ്റെ മക്കളെ, അവകാശം കിട്ടുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് എന്ത് കോൺസെപ്റ്റ് ഉണ്ട്, ദൈവത്തിൻ്റെ സാധ്യതകൾ. ഈശോയ്ക്കൊരു ഭയങ്കര പരിശുദ്ധാത്മാവ് കൊടുത്തൊരു അടിപൊളി പ്രാർത്ഥനയുണ്ട്. ഈശോ ഇങ്ങനെ ചോര വീർത്ത് കിടക്കുകയാണ്. അപ്പോൾ ചോര വീർത്ത് കിടക്കുമ്പോഴെന്താ സംഭവിക്കണത്? പൂങ്കാവനത്ത് കിടക്കുകയാണ് ചോര വീർത്ത്. ഒരു മനുഷ്യൻ്റെ ദാരുണമായ മണിക്കൂറാണ്. അപ്പോസ്തലന്മാർ കൂടെയുള്ളവന്മാരാണെങ്കിൽ പോലും ചപ്പാത്തിയൊക്കെ അടിച്ച് വന്ന് കിടന്ന് ഏമ്പക്കവും വിട്ട് കിടന്ന് ഉറക്കമാണ്. അവനൊക്കെ പറഞ്ഞിട്ടും കേൾക്കണില്ല. അപ്പോൾ ഈശോ ഒറ്റക്ക് ചോര വീർക്കുമ്പോൾ ഈശോ ഒറ്റക്കായി പോയതാണ്. അപ്പം ഇങ്ങനൊരു അവസ്ഥയാണ്. അവസ്ഥ എന്ന് പറയുമ്പോൾ എന്നിട്ട് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈശോ പറയും, അപ്പാ ഓൾ തിങ് ഈസ് പോസിബിൾ ഫോർ യു. ഇരിക്കുകയാണെങ്കിലല്ല, അതായത് ചിരിക്കണ കരയണ ഓടണം തോന്നിപ്പോകും കർത്താവിൻ്റെ ഈ വാക്ക് കേട്ടിട്ടേ. എന്ന് വായിച്ചോളൂ. ശ്രുതികട അപ്പാ എല്ലാം സാധ്യമാണ് അങ്ങേക്ക്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. മർക്കോസ് 14:36. മർക്കോസ് ശ്രീയുടെ സുവിശേഷം 14-ാം അധ്യായം 36-ാമത്തെ വചനം. അവൻ പറഞ്ഞു ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. എന്നിട്ട് പറഞ്ഞേ, അവൻ പറഞ്ഞു ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയിലാണ് ഈശോ. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വിഷയം സാധ്യമെങ്കിൽ പാനപാത്രം എഴുന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണത്. എന്താണ്? അപ്പാ ഓൾ തിങ് ഈസ് പോസിബിൾ ഫോർ യു. അത് ശരിക്കും പറഞ്ഞാൽ അപ്പൻ്റെ അനന്ത സാധ്യതകൾ ഞാൻ പഠിച്ചത് ഈശോയിൽ നിന്നാണ്. ഈ വാക്കാണ് 14:34 മർക്കോസിൻ്റെ സുവിശേഷം. എന്താണ്? അപ്പാ, ആബ എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ അപ്പാന്ന് തർജ്ജമ ചെയ്താലും ശരിയാകത്തില്ല. അത് അറമയ്ക്ക് വെളിയാണ്. അബ്ബ. അതായത് ഈ യഹൂദ കുഞ്ഞുങ്ങൾ, അതായത് ഈ മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളില്ലേ, അത് അപ്പനാണെന്ന് അമ്മമാർ അപ്പനെ കാണിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. പക്ഷേ കുഞ്ഞ് അപ്പനാണെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ആ ബ്രെയിനിൽ അത് സേവ് ചെയ്ത് വരുന്ന ഒരു സമയം. ചിലപ്പോൾ അതൊരു 3 മാസമുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 4 മാസമുള്ള കുഞ്ഞുങ്ങൾ വിളിക്കുന്നതാണ് ആബ ആബ ആബ. അപ്പനെ കാണുമ്പോൾ ആദ്യം വിളിക്കുന്ന ആബ എന്നാണ്. ഈശോയുടെ കംപ്ലീറ്റ് സറണ്ടറാണ് ഈ സമയത്തെ. ആബാ എന്ന് വിളിക്കും. അത് വല്ലാത്തൊരു ചങ്ക് പറിക്കണ വിളിയാണ്. എന്നിട്ട് പറയാം, അപ്പാ എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ്, എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ്. എൻ്റെ ദൈവപൈതലേ, എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണെന്ന് പറയുമ്പോഴെന്താണ്? ഈ വിഷയം എനിക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഞാൻ അങ്ങയ്ക്ക് സാധിച്ചില്ലെന്ന് പറയത്തില്ലപ്പാ, അങ്ങയ്ക്ക് സാധിക്കുമെന്നേ പറയത്തുള്ളൂ. ശ്രുതിക്കട്ടെ, കൈയടിച്ച് ശ്രുതിക്കട്ടെ. കരുണാ
മക്കളെ, ഇത് കണ്ട ഇപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്ന വിഷയം കണ്ട, ഇതാണ് നമ്മുടെ നിലപാടെന്ന് പറയണത്. എന്താ വെച്ചാൽ ഈശോയ്ക്ക് അറിയാമായിരുന്നു കാര്യം. പിതാവേ, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അത് ഈശോയ്ക്ക് അറിയാമത് താൻ കുരിശുമരണത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഒരു സമയത്തേക്കാണ് താൻ വന്നിരിക്കണതെന്ന്. പിതാവേ, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. യേശുവേ ഞങ്ങളെ ആരാധിക്കുകയാണ്. യേശുവേ ആരാധന. ദൈവസ്നേഹത്തോടെ കാരുണ്യത്തിന് യോഹന്നാൻ 12-ാം അധ്യായം 27-ാമത്തെ വചനം. പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. See, that means he knows. ഈ പാഷൻ എന്നുള്ള പറഞ്ഞ വലിയ വിഷയം, പീഡാനുഭവം, കുരിശുമരണം, ഇത് മാറ്റപ്പെടാത്തതാണെന്ന് ഈശോയ്ക്കറിയാം. മഹത്വത്തിൻ്റെ അനിവാര്യതയാണ്. പക്ഷേ ഇത് മാറ്റപ്പെടാത്തതാണ്. ഈ പാനപാത്രം ഈശോ പറയണ പോലെ അപ്പൻ തിരിച്ചെടുക്കത്തില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈശോയുടെ പ്രാർത്ഥനയുടെ രീതി കണ്ട. എന്താണ്? അപ്പാ, ഇത് നടക്കത്തില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇത് നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിനക്കിത് നടക്കത്തില്ല എന്നല്ല, നിനക്കെല്ലാം സാധ്യമാണ്. അത് നിലപാടിൻ്റെ ഭാഗമാണ്. ഇപ്പം നിൻ്റെ കല്യാണം നടക്കണില്ല, അപ്പം ദൈവം നിനക്ക് ചെയ്ത് തന്നില്ല എന്ന് പറയരുത്. നിൻ്റെ മക്കൾ നിനക്ക് കിട്ടിയിട്ടില്ല ഇതിലൊക്കും, അപ്പം ദൈവത്തിനത് തരാൻ കഴിയത്തില്ല എന്ന് നീ പറയരുത്. ഈശോയെപ്പോലെ നിൻ്റെ ഇല്ലായ്മയെല്ലാം ദൈവത്തിന് സാധ്യമാണെന്ന് നീ പ്രഖ്യാപിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, രോഗം
വീട്, വിവാഹം, സമാധാനമില്ലായ്മ, സാമ്പത്തിക തകർച്ച, എല്ലാ കാര്യങ്ങളും ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പാ ഇതെല്ലാം നീക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിലെ ഞാൻ ഏറ്റുപറയുന്നു, പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ, കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ, ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന, അച്ഛനിലൂടെ ഈശോ പറയായിരുന്നു എന്താണ് കാര്യം. അതായത് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നീങ്ങിയാലും നീ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയിലുള്ള വിശ്വാസത്തെ നീ എപ്പോഴും ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലായില്ലേ? നിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ മോശമായിട്ട് നീങ്ങിയാലും എന്താ കാര്യം ചെറിയോ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവ് ആശുപത്രിയിലാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? പനിയുണ്ട്, അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ നേഴ്സ് പറഞ്ഞ് പ്രഷർ കൂടുതലാണ്, ഇങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല. അപ്പോൾ നിങ്ങൾ ജപമാല എടുത്തെന്ന് വിചാരിച്ചു. ജപമാല എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, ഈ ജപമാല കഴിയുമ്പോൾ പ്രഷർ നോർമലാകും, അല്ലെങ്കിൽ കുറഞ്ഞു വരും. അപ്പോൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ പ്രത്യാശയോടെ നേഴ്സിൻ്റെ മുഖത്ത് നോക്കുകയാണ്. ഇപ്പം എങ്ങനെയുണ്ട് സിസ്റ്ററെ? ഇല്ല, പഴയതുപോലെ തന്നെ നിൽക്കണം. ഓ, ഞാൻ മോന്തയൊക്കെ കയറ്റി അളിഞ്ഞ മോന്ത വെക്കും. ഈ ക്രിസ്ത്യാനിയുടെയൊക്കെ മോന്ത കാണണമെങ്കിൽ അളിഞ്ഞ മോന്ത കണ്ട് ദൈവം മടുത്തിരിക്കുകയാണ്. എന്താ സാധനത്തിൽ നീ കൊന്ത കയ്യിലെടുക്കുമ്പോൾ തരയും ഇത് അളിഞ്ഞ ക്രിസ്ത്യാനിയാണെന്ന് കർത്താവിന് അറിയാൻ പറ്റും. എന്താ കാര്യം? ഒരു കൊന്ത കഴിയുമ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മോന്ത അളിയും പോവും. ഇവിടെയാണ് ഈ പ്രോബ്ലം വരണത്. എൻ്റെ മക്കളെ, അതായത് ഇപ്പോഴും ഈശോ എന്നാ പറയണത്, അപ്പാ ഈ മണിക്കൂറിലേക്കാണ് ഞാൻ വന്നത്, പക്ഷെ കാര്യം ശരി, പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കും എന്താണ്, അപ്പന് എല്ലാം സാധ്യമാണെന്ന്. ഇതാണ് ഒരു നിലപാടിൻ്റെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ബോധമാണ്, ഒരു നിലപാടാണ്. നീ ഈ ബോധത്തെ വളരണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് ഇപ്പം അവകാശികളാണെന്ന് പറഞ്ഞില്ലേ, 8:17 നമ്മൾ പറഞ്ഞ് വായിച്ചില്ല റോമാലേഖനത്തിൽ, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളുമാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഓഹരിയുള്ളതാണ്. ഈ ഓഹരിയെല്ലാം വാങ്ങിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത്, ഉടമ്പടിക്കുന്നവരാണ് മേടിക്കുന്നത്. കാര്യം ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൽ എത്ര പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് ദൈവത്തിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ മറ്റു പ്രാർത്ഥനകൾ എന്താണെന്നൊക്കെ എനിക്കറിയാം. അതിലൂടെ എല്ലാം കെട്ടിക്കൊണ്ടിരുന്നത് അനുഗ്രഹമാണ്. ഇപ്പം എന്താ നമുക്ക് കിട്ടുന്നത്? അവകാശമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണ്. പിന്നെ എന്താണ്, ഇത് അടിയന്തര കാര്യങ്ങളാണ്. ഇപ്പോൾ അസാധ്യ കാര്യങ്ങളെന്ന് പറയും. അസാധ്യ കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, പിന്നെ അടിയന്തര കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അടിയന്തരമായിട്ട് നടക്കണം. ഇപ്പോൾ പെരുമ്പാവൂരത്തെ അമ്മച്ചി എന്താ പറഞ്ഞത്, എൻ്റെ മകളെ കയറ്റിവിടേക്ക് കാലണയില്ല, 8 ലക്ഷം രൂപ അടിയന്തരമായിട്ട് കിട്ടണം. അല്ല അവരുടെ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന കാശല്ല, അത് അടിയന്തരമാണ്. ഉടമ്പടിക്ക് വരുന്ന പ്രശ്നം എന്താ പറയണത്, ഉടമ്പടി എന്താ പറയണത്, അടിയന്തരമാണ് വിഷയം. അടിയന്തരം എന്ന് പറയുന്നത് അസാധ്യമല്ല, അസാധ്യം ഇതിനകത്തുണ്ട്, അതല്ല, അടിയന്തര കാര്യങ്ങളാണ് ഉടമ്പടി നടക്കുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ വീഞ്ഞ് തീർന്നു പോയി, കാനായിലെ കല്യാണം, അതാണല്ലോ അതിൻ്റെ ബേസ്മെൻറ്റ്. അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ എന്താണ് അവിടെ വേണ്ടത്? വീഞ്ഞ് കുഴപ്പമില്ല, വീഞ്ഞ് തീർന്നാ സാരമില്ല, ഈ ആൾക്കാരൊക്കെ നമുക്കിനി കൊച്ചിന് ജ്ഞാനസ്ഥാനത്തിന് വീഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവുക. ഇപ്പം കല്യാണമല്ലേ, കുഴപ്പമില്ല, കുറച്ച് പേർക്കുണ്ടെ കിട്ടാതെ ഇരിക്കും. അതെല്ലാവരും ഇത്തരം പാട്ടും ശരിയാണ്, അങ്ങനെ വരാറുണ്ട്, തീർന്നു പോകാറുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ഇപ്പം ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് വിളിച്ച് അവർക്ക് വേറെ ഒരു പാർട്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു.
അതല്ല, ഇത് അടിയന്തരമായിട്ട് അഭിമാനം രക്ഷിക്കേണ്ട വിഷയമാണ്. അഭിമാനം രക്ഷിക്കേണ്ട വിഷയങ്ങളെല്ലാം അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അച്ഛൻ എടുത്തു പറഞ്ഞ ഇതാണ്. കാശ് എവിടുന്നാണെന്ന് എനിക്കറിയത്തില്ല, പെട്ടെന്നാണ് അമ്മ അറേഞ്ച് ചെയ്തിരിക്കണമെന്ന്. അങ്ങനെ തന്നെയാണ് അവർ സാക്ഷ്യം പറയണത്. പെട്ടെന്നാണ് അടിയന്തരമായിട്ട് അറേഞ്ച് ചെയ്യും. പക്ഷേ ഈ അടിയന്തരമായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിലാകേണ്ടത്, ഈ ആരാണ് ഈ അവകാശം പ്രാപിക്കണത്, ഈ ആരാണ് ഈ ഉടമ്പടി എടുക്കണ എല്ലാവരും അവകാശം പ്രാപിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ കുറച്ച് താമസിച്ചാണ് പ്രാപിക്കണത്. എന്താ കാര്യത്തറിയോ? അത് നിലവാരത്തിൻ്റെ പ്രശ്നമാണ്. കാര്യം പൂർണ്ണബോധം വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പൂർണ്ണബോധം, ഭാഗിക ബോധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർക്ക് ഭാഗിക ബോധമേ ഉണ്ടാകത്തുള്ളൂ. കർത്താവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഭാഗികമായിരിക്കും. എന്താ അങ്ങനെ പറയുന്നത്? ഇപ്പം ഈശോ ഒരു അപസ്മാര രോഗിയെ ആദ്യം അപ്പോസ്തലന്മാരെല്ലാം കൂടി താബോർ മലയുടെ അടിവാരത്ത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയിരിക്കും. ഇവിടെ 9 പേര് താഴെ ഇപ്പോണ്ട്. ആ കക്ഷികളെല്ലാം കൂടി ഈ അപസ്മാര രോഗിയെ ഒന്ന് കൈകാര്യം ചെയ്യും. അവൻ ഇവരെ എല്ലാം മണ്ണ് കുത്തി എറിഞ്ഞ് വായിക്ക്. കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുണ്ട് അന്ത്രയോസ് ഉൾപ്പെടെ ആൾക്കാരുടെ വായിൽ മണ്ണടിച്ചിരിക്കുകയാണ് അപസ്മാര രോഗി. അപ്പോഴേ അതിനേക്കാൾ അപസ്മാരത്തേക്കാൾ വലിയ അപസ്മാര രോഗിയായിട്ട് അവൻ്റെ അപ്പൻ നിൽപ്പുണ്ട് അവിടെ. അവൻ്റെ അപ്പന് കാര്യം ഈ നൊരയും പതയും കൊണ്ടുവന്നിട്ടാണ് നാട്ടുകാരുടെയൊക്കെ ഇത് വലിച്ചു കഴിച്ചാണ് വീട്ടിൽ വഴികളിൽ കൂടി ഇവിടെ വലിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇവിടെ നടക്കണില്ല. അപ്പോഴയാൾ പറയണൊരു വാക്കുണ്ട്, നിൻ്റെ ഇവൻ തീലും വെള്ളത്തിൽ വീഴുകയാണ് എപ്പോഴും. കുഞ്ഞുനാൾ പോലും ഇത് തന്നെ പരിപാടിയാണ്. ഈ പണ്ടാരം ചത്ത് കിട്ടി അത്രയും നല്ലതെന്നുള്ളൊരു ടോണിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഇനി നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയും. മർക്കോസിൻ്റെ സുവിശേഷം 9:22. മർക്കോസ് 9:22. ശ്രുതികട്ടെ ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കുക. അതാണ് ഈശോയുടെ കഴിവിൽ ഈ മനുഷ്യന് ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. ഈശോയുടെ കഴിവിലേ ഈ മനുഷ്യന് ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. ഇത് പല അണ്ണന്മാർക്ക് വേണ്ടി പ്രശ്നം. അതുകൊണ്ടാണല്ലേ ലാഗ് ചെയ്ത് പോണത്. അതുകൊണ്ടാണ് ഈ ലാഗ് ചെയ്ത് പോണത്. വാഗ്ദാനമാണെന്ന് കണ്ടാലും കയ്യിലിരിക്കണ ആ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അപ്ഗ്രേഡ് ചെയ്യാവുന്ന കൊണ്ടല്ല, അവരുടെ ഈ അപസ്മാര രോഗിയുടെ ആ അപ്പനെന്ന് പറയണത് അയാൾ പറയുന്നില്ല, കുഞ്ഞുനാൾ പോലെ ഇതാണ് അവസ്ഥ. ഇവനെയും കൊണ്ട് വളർത്തി എൻ്റെ ജീവിതം മുഴുവനും തീർന്നു. ഇനി അവസാനത്തെ ഒരു അഭയം പോലെയാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യാൻ. അപ്പോൾ ഈശോ പറയും കഴിയുമെങ്കിൽ എന്നോ എന്ന് ചോദിച്ചിട്ട് ഈശോ എന്താ പറയണത്? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്നവന് എന്നിട്ട് പറ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. കൈയിടിച്ച് കർത്താവ് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഇതാണ് ഇതിൻ്റെ വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനോട് കർത്താവ് എന്താ പറയണത്? 9:23
കഴിയുമെങ്കിലെന്നോ. എന്താണ്? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അപ്പോഴേ ആ മനുഷ്യൻ പറയുന്ന മറ്റൊരു വചനമുണ്ട്. എന്താണ്? കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ 9:24 ഏറ്റു പറഞ്ഞ്, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണമേ, എൻ്റെ മേൽ കനിയണമേ. അതാണ് വിഷയം അവിടുത്തെ. ഇയാൾക്ക് ഭാഗികമായൊരു ബോധ്യമാണ് ഉള്ളത്. പിടിയാ എന്തുകൊണ്ട് അനുഗ്രഹങ്ങൾ താമസിക്കണത്? ഈ ഭാഗിക ബോധ്യമാണ്. എന്താണ്? അങ്ങേക്ക് കഴിയുമെങ്കിൽ എന്ന് ദൈവത്തിൻ്റെ കഴിവിൽ ഈ മനുഷ്യൻ അവിശ്വസിക്കുന്നു. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് മുൻകാല അനുഭവങ്ങൾ, അങ്ങനെയുള്ള അനുഭവങ്ങളില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ചില വീടുകളിലൊക്കെ കുടുംബ പ്രാർത്ഥന ഇല്ലല്ലോ. ആ തൊടുപുഴയിൽ നിന്നൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്, ഉടമ്പടി എടുത്ത് കഴിഞ്ഞാണ് കുടുംബ പ്രാർത്ഥന തുടങ്ങിയത്. 10 കൊല്ലം കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്താ വെച്ചാൽ 10 കൊല്ലം കുടുംബ പ്രാർത്ഥന നടക്കാത്ത ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ഇമാജിൻ? ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കിടത്തി ഉറക്കത്തില്ല. അപ്പോൾ 10 കൊല്ലം ഇതുപോലെ തന്നെ നിരീശ്വര കുടുംബങ്ങളുണ്ടാവും. ചില പ്രസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിച്ച് നിരീശ്വരവാദികളായി മാറിയവരും അല്ലെങ്കിൽ പ്രഖ്യാപിത, അവർക്ക് ഉള്ളിൽ വിശ്വാസം ഉണ്ടാവും, പക്ഷെ പാർട്ടിക്കാർ സമ്മതിക്കത്തില്ല. അത് ഭയങ്കര ഒരു കുടുക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ വന്നുപെടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഒരു മരണക്കുരുക്കാണ്. എന്താ കാര്യം? വിശ്വാസം ഉള്ളിലുണ്ട്, പക്ഷേ പ്രഖ്യാപിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവർ ഇറക്കിവിട്ട സാധനമാണ് ഓരോരുത്തരുടെ വിശ്വാസം അവൻ്റെ ഉള്ളിലല്ലേ എന്ന്. ഉള്ളിലല്ലല്ലോ നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രസ്ഥാനം നിൻ്റെ കൈയും കാലും കെട്ടിക്കളഞ്ഞിട്ടല്ലേ. അല്ല, അവരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പൊതു ശ്മശാനത്തിലൊക്കെ പോയി അവരടക്കുന്നുണ്ടല്ലോ. അതിൽ ഇപ്പോൾ ചില ആൾക്കാർ പൊതു ശ്മശാനത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സിമിത്തറിയിൽ അടക്കപ്പെടുന്നതിനേക്കാളുപരി പൊതുജനത്തിൻ്റെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി പൊതുവായിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കലക്കിക്കളയുകയോ അങ്ങനെ ചെയ്യുന്ന കുറേ തീരുമാനങ്ങളൊക്കെ മനുഷ്യൻ്റെ ഭാഗത്തുനിന്നത് അവർ പ്രവർത്തിച്ച പാർട്ടിയുടെയൊക്കെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളതാണ്. ദൈവമായിട്ട് ഒരിക്കൽ അകന്ന നീ ഓർക്കണം. കാര്യം, ഒരു കത്തോലിക്ക കുടുംബത്തിലെ ജനിപ്പിച്ചത് നിനക്ക് തന്ന സൗജന്യ ദാനമാണ്. മനസ്സിലായില്ലേ? സൗജന്യ ദാനമാണ്. അപ്പോൾ സൗജന്യ ദാനമായിട്ട് നിനക്ക് കിട്ടുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? ആ വിശ്വാസത്തെ നിലനിർത്താൻ ദൈവം എനിക്ക് സൗജന്യമായിട്ട് തന്ന ദാനമാണിത്, ഇത് ഞാൻ സൂക്ഷിക്കണം. ഈ വിശ്വാസം നിലനിർത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം എൻ്റെ ജീവിതം. കർത്താവേ, കാര്യമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യത വരെയാണ് ഈ നമ്മുടെ വിശ്വാസം നമുക്ക് നൽകണത്. എന്താ? നിത്യതയാണ്. കാര്യം നിത്യത എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം. കാര്യം ഞാൻ ഇത്രയും കൃത്യമായിട്ട് അമ്മ ജീവനോടെ ഇതേ ഫിഗറിൽ സ്വർഗത്ത് എങ്ങനെയായിരിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ വിശ്വസിച്ച് ജീവിച്ച ആളാണ്. പക്ഷേ അമ്മ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം വന്നതിൻ്റെ വായിൽ കൈയിടുമ്പോഴും ഒരു പ്രാവശ്യം എൻ്റെ പിറകിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോഴും നിത്യത എന്ന് പറയുന്നത് ഇത്രയും ടാൻജിബിളാണെന്ന് അതുവരെ എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് നിത്യതയെക്കുറിച്ച് നന്നായിട്ടറിയാം, പക്ഷേ ഇത്രയും സ്പർശമാണെന്ന് അറിയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ബോധമില്ലാത്തവരെ നമുക്ക് വിശ്വാസം ഓരോ വ്യക്തികളെ കൊണ്ടുവന്ന് ദൈവം ഓരോ വ്യക്തിക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ പരിശുദ്ധ അമ്മയാണ്, ഞാൻ ഈശോയാണെന്ന് ഒരിക്കലും പറയത്തില്ലെന്നും പറഞ്ഞാണ് ഈശോ ഉയർത്തതിന് ശേഷം ആദ്യം പറഞ്ഞത് അതാണ്. നിങ്ങളെ ഉയർത്തപ്പെടുന്ന പിന്നെ ഈ പ്രത്യക്ഷപ്പെടൽ എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കേണ്ട, അതൊരു ഭാഗ്യം കെട്ട പരിപാടിയാണ്.
തോമസ്, നിൻ്റെ വിരലിങ്ങോട്ട് കൊണ്ടുവരൂ, ദിസ് ഇസ് ലാസ്റ്റ് ചാൻസ്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാർ. അതാണ് ദൈവത്തിൻ്റെ നിലപാട്. കണ്ട് വിശ്വസിക്കുന്ന വിശ്വാസമായിട്ട് ദൈവം കണക്കാക്കണില്ല. ഇനി ഇപ്പം ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്ന പ്രൈവറ്റ് ദർശനമല്ലത്, അത് ജനതകളുടെ ഇടയിൽ വന്നിട്ടുള്ള സംഭവമാണത്. അമ്മ പറഞ്ഞ വായി നാക്കിട്ടനുസരിച്ച് സുനാമി വന്നു, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ചിക്കൻ ഗുനിയ വന്നു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു, പിന്നെ H1N1 വന്നു, പിന്നെ ആന്ത്രാക്സ് വന്നു, അതിനുശേഷം പ്രളയം വന്നു, ഇപ്പോഴുണ്ട് കോവിഡും പിന്നെ ഒമിക്രോണും. പരിപാടിയായില്ലേ? അപ്പം അന്ന് മുതൽ ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ്. ഇതിനൊക്കെ എന്താണ് മറുപടി? പ്രാർത്ഥന മാത്രമേ മറുപടിയുള്ളൂ. ഇതിന് വലിയ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാര്യം അതായത് എങ്ങനെയായാലും ഇപ്പം 3-ാം തരംഗം കഴിയാൻ പോകുന്നു ഇല്ലേ? അത് കഴിയുമ്പോൾ ഇനി വേറെ രോഗം എന്തോ വൈറസ് വരാൻ പോണെന്ന് പറയുന്നു. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ദുരന്തങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സാംക്രമിക രോഗങ്ങളും. അപ്പോൾ ഇതിനെ എല്ലാം ഇഞ്ചക്ഷൻ ചെയ്ത് ഒതുക്കാമെന്ന് വെച്ചാൽ ഒരു ആത്മവിശ്വാസം മാത്രമാണത്. കാരണം കോവിഡ് വന്നവർക്ക് പിന്നെ വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കോവിഡ് പിടികളിലൊക്കെ ഓടിക്കയറിപ്പോയി പിറ്റേ ദിവസം കോവിഡ് അടിച്ചൊന്ന് വന്നിട്ടു. നമുക്കൊരു പിടിയില്ല. ആകപ്പാടെ ഒരു പിടി ഉണ്ടായത് ഹൂ എന്നും പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ പേര് തന്നെ ഇപ്പം ഹൂ എന്നാണ്. ആര്? WHO. ഹൂ. പണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഹൂ എന്നും പറഞ്ഞ് ഒരു സാധനം ഉണ്ടായിരുന്നു പറഞ്ഞു തരാൻ, ലോകാരോഗ്യ സംഘടന. അപ്പം അതിൻ്റെ പേരെന്താ? WHO. ഹൂ എന്ന് വെച്ചാൽ ഇന്ന് അവരും ചോദിക്കും ഹൂ ആരാണ്? അവർക്കൊരു പിടിയില്ല, അവർക്കൊരു പിടിയില്ല. അപ്പോൾ ഇതാണ് മനുഷ്യരാശിയുടെ മൊത്തം അവസ്ഥ. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹൂ എന്ന് പറഞ്ഞിരിക്കാനേ പറ്റത്തുള്ളൂ, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല ഈ ലോകത്ത്. ശാസ്ത്രം വളർന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചത് അമേരിക്കക്കാരിപ്പം തന്നെ വാക്സിൻ ഉണ്ടാക്കുമെന്ന് പറയണം. അപ്പോൾ ട്രംപിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ 20 കൊല്ലമായിട്ട് ഫാക്ടറി എല്ലാം പൂട്ടിയിരിക്കുകയാണെന്ന്. 20 കൊല്ലമേ ലോകത്ത് അറിഞ്ഞിട്ടില്ല. ഈ മൈക്രോബയോളജിയുടെ ഫാക്ടറിയെ അതേൻ്റെ റിസർച്ച് ലാബുകൾ 20 കൊല്ലം, ദാറ്റ് മീൻസ് ഇപ്പോഴ് 2000 പൂട്ടിയതാണ് അവർ കമ്പ്യൂട്ടർ വന്നതോടുകൂടി കമ്പ്യൂട്ടറിൻ്റെ പുറകെയാണ് അവർ പോയത്. എല്ലാ ഫാക്ടറിയും പൂട്ടി. പിന്നെ എന്ത് ചെയ്ത് ബാക്കിയുള്ള സെക്കൻഡ് വേൾഡിലുള്ള ആൾക്കാരാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഇഞ്ചക്ഷനൊക്കെ തന്നത്. എന്നിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് വീണ്ടും വരത്തില്ലെന്നും വിചാരിക്കരുത്, ഇതൊക്കെ ഒരു ഉറപ്പാണ്, അത്രയൊക്കെ പറയാനുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ അവസ്ഥ നോക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാന മുഖ്യമന്ത്രി പറഞ്ഞത് ഓരോരുത്തരും അവന്മാരെ സൂക്ഷിച്ചാൽ അത്രയും നല്ലതെന്ന്. അതാണ് ഈ സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഏറ്റവും വലിയ സംവിധാനം എന്താണ്? അവനവനെ സൂക്ഷിക്കുക എന്നാണ്. അത് കറക്റ്റാണത്. അദ്ദേഹം അത് 8 മാസം മുമ്പ് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടു പോയി അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇപ്പം പ്രാർത്ഥന എന്ന് പറയണത് അത് ശരിക്കും പ്രാർത്ഥന നമ്മളെ അവകാശികളാക്കുകയാണ് ദൈവത്തിൻ്റെ. അതിൻ്റെ സംരക്ഷണം ഒന്ന് വേറെയാണ്. അതിൻ്റെ സംരക്ഷണം ഒന്ന് വേറെയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. എല്ലാ കൊറോണ വൈറസ് രോഗങ്ങളെ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും